welcome back to another session. Last class we നമ്മൾ respiratory system എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നെക്സ്റ്റ് സെഷനിൽ നമ്മൾ one of the important condition ആയിരിക്കും നോക്കുന്നതെന്ന്. Yes, COPD. എല്ലാവരും ഫെമിലിയർ ആണ് COPD അല്ലേ? എന്താണ് COPD എന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാലും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ആ ഡിസീസ് കണ്ടീഷൻ നോക്കാൻ പോവാണ്. ഡെഫിനിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എന്താണ് COPD? It is known as chronic obstructive pulmonary disease and it is an irreversible, okay, that's a key point, irreversible lung disease characterized by persistent airflow limitation and chronic inflammatory response in airway and lungs. So I hope it's clear. It is an irreversible lung disease characterized by persistent airflow limitation and chronic inflammatory response in the airway and lungs. അതായത് ലങ്സിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ എയർവേയിലോട്ടും ഒക്കെ ഉള്ള എയർ ഫ്ലോയിൽ ലിമിറ്റേഷൻ ഉണ്ടായിട്ട് അവിടെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ COPD എന്ന് പറയുന്നത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ COPD വളരെ കോമൺ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. വേൾഡ് വൈഡ് തന്നെ ഏറ്റവും കൂടുതൽ ഡെത്ത് ഉണ്ടാകുന്ന കണ്ടീഷനുമാണ് COPD. നൗ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ റിസ്ക് ഫാക്ടേഴ്സ്. റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ സ്മോക്കിംഗ്, അതൊരു പ്രൈമറി കോസ് ആണ് കേട്ടോ. പുകവലിക്കുന്ന ആൾക്കാരിൽ COPD ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ലോങ് ടേം എക്സ്പോഷർ ടു എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻസ് സച്ച് എസ് ഡസ്റ്റ്, ഫ്യൂംസ്, ബയോമാസ് ഫ്യൂവൽസ് കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോൾ അത് കാരണം നമ്മൾക്ക് COPD ഉണ്ടാവും. പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ്, ആൽഫ-1 ആൻറ്റിട്രിപ്സിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് COPD ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റിക്കറൻറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇൻ ചൈൽഡ്ഹുഡ്, കുട്ടിക്കാലം മുതലേ ലങ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുന്നവർക്ക് ചാൻസ് കൂടുതലാണ്. ഏജ് ആൻഡ് ജെൻഡർ, ഏജ് മോസ്റ്റ് കോമൺലി ഓൾഡ് അഡൾട്ട്സിലും അതുപോലെ തന്നെ മെയിലിലുമാണ് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് COPD. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ലൈക്ക് മെയിലിലും ഓൾഡർ അഡൾട്ട്സിലും പുകവലിക്കുന്നവരിലും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഫ്യൂംസ്, ഗ്യാസ്, ലൈക്ക് അതുപോലെ തന്നെ ഈ അലർജിക് ആയിട്ടുള്ള ഈ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്നവരില്ലേ അവർക്കൊക്കെ കൂടുതലായും COPD വരാനുള്ള ചാൻസ് ഉണ്ട്. നൗ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ സിംറ്റംസ് ആൻഡ് സൈൻ. സോ എന്തൊക്കെയാണ് COPDയുടെ സിംറ്റംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്രോണിക് കഫ് വിത്ത് സ്പ്യൂട്ടം പ്രൊഡക്ഷൻ, നല്ല സ്പ്യൂട്ടം പ്രൊഡക്ഷൻ ഉണ്ടാകും പേഷ്യൻറ്റിന്. അതുപോലെ തന്നെ ഡിസ്നി ഉണ്ടാകും, അത് പ്രോഗ്രസീവ് ആണ്, പെർസിസ്റ്റൻ്റ് ആണ്. വീസിങ് ആൻഡ് ചെസ്റ്റ് ടൈറ്റ്നസ്, നല്ല ഇങ്ങനെ ആ സൗണ്ട് ശ്വാസം എടുക്കുമ്പോൾ ഉള്ള ആ വീസിങ് സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. ലൈക്ക് ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ചെസ്റ്റൊക്കെ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ഫറ്റീഗ് ആൻഡ് വെയിറ്റ് ലോസ് ഇൻ അഡ്വാൻസ് സ്റ്റേജസ്. ദെൻ സൈൻസ് ആണെങ്കിൽ പ്രൊലോങ്ഡ് എക്സ്പിറേറ്ററി ഫേസ്, ബാരൽ ഷേപ്ഡ് ചെസ്റ്റ് ഡ്യൂ ടു ഹൈപ്പർ ഇൻഫ്ലേഷൻ. അതായത് എക്സ്പിറേറ്ററി ഫേസ് പ്രൊലോങ്ഡ് ആയിരിക്കും, പേഷ്യൻറ്റിന് ബാരൽ ഷേപ്ഡ് ചെസ്റ്റും അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന പോലെ അത് എന്ത് കാരണം കൊണ്ടാണ് ഈ ബാരൽ ഷേപ്ഡ് ചെസ്റ്റ് വരുന്നത്? അത് ഡ്യൂ ടു ഹൈപ്പർ ഇൻഫ്ലേഷൻ കാരണമാണ് വരുന്നത്. ഇനി സൈനോസിസ് ആൻഡ് ക്ലബിങ് ഓഫ് സിവിയർ കേസസ്, ഈ ക്ലബിങ്ങും അതുപോലെ തന്നെ സൈനോസിസും ഇമ്പോർട്ടൻ്റ് ആണ് COPDയുടെ കേസസിൽ. അപ്പോൾ ക്ലബിങ് ഓഫ് ദ ഫിംഗേഴ്സ് എന്ന് പറയുന്നത് ഒരു ടിപ്പിക്കൽ ഫീച്ചറാണ് എന്തിൻ്റെ COPDയുടെ. അപ്പോൾ ദീസ് ആർ ദി signs and symptoms of COPD. Now let us discuss about the diagnosis. First one is the clinical assessment which including history of symptoms and risk factors. അപ്പോൾ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ചോദിക്കുക പുകവലിക്കുന്ന ആളാണെന്ന്, ബിക്കോസ് അതൊരു റിസ്ക് ഫാക്ടർ ആണല്ലോ. പിന്നെ സ്പൈറോമെട്രി ചെയ്യാം. പോസ്റ്റ് ബ്രോങ്കോ ഡയലേറ്റർ, FEV1 FVC ratio less than 0.70 confirms airflow limitation. എന്താണ് FEV1 എന്ന് പറയുന്നത്? Forced expiratory volume in 1 second and forced volume capacity. ആ റേഷ്യോ ലെസ് ദാൻ 0.70 ആയിരിക്കും. അത് അങ്ങനെയാണെങ്കിൽ അത് കൺഫേം ചെയ്യുന്നത് എയർഫ്ലോ ലിമിറ്റേഷൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ പോസ്റ്റ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ്, സ്പൈറോമെട്രി നമുക്ക് ചെയ്യാൻ പറ്റും. ഇമേജിങ്, ചെസ്റ്റ് എക്സ്റേ, ഹൈപ്പർ ഇൻഫ്ലേഷൻ,
ഫ്ലാറ്റൻഡ് ഡയഫ്രം ഒക്കെ നമ്മൾക്ക് ഇമേജിങ്ങിൽ കാണാൻ പറ്റും. CT സ്കാൻ ആണെങ്കിൽ എന്താണ് നമുക്ക് എംഫൈസിമാറ്റസ് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ കാണാൻ പറ്റും. ലാബ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസസ് ABGയിൽ ഹൈപ്പോക്സിമിയ ആൻഡ് ഹൈപ്പർ കാപ്നിയ ഒക്കെ കാണും. പിന്നെ α1 ആൻറ്റിട്രിപ്സിൻ ലെവൽ ഇൻ സെലക്റ്റഡ് കേസസ് അതൊക്കെ നമ്മൾ ABG ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. സോ ഏറ്റവും കൂടുതലായിട്ട് ചെയ്തു വരുന്നത് സ്പൈറോമെട്രി, ഫിസിക്കൽ എക്സാമിനേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം ഫിസിക്കൽ എക്സാമിനേഷനൊക്കെ എടുക്കുന്ന സമയത്ത് പറഞ്ഞ പോലെ ക്ലബിങ് ഓഫ് ദ ഫിംഗേഴ്സ്, ബാരൽ ചെസ്റ്റ് ഒക്കെ നോക്കണം. സോ നെക്സ്റ്റ് മാനേജ്മെൻറ്റ്. ആദ്യം തന്നെ നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റ് വിച്ച് ഇൻക്ലൂഡിങ് സ്മോക്കിംഗ് സെസേഷൻ മോസ്റ്റ് ക്രിട്ടിക്കൽ ഇൻ്റർവെൻഷൻ ആണ്. അതുപോലെ തന്നെ പൾമോണറി റീഹാബിലിറ്റേഷൻ വിച്ച് ഇൻക്ലൂഡിങ് എക്സസൈസ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ സ്മോക്കിംഗ് സെസേഷൻ വേണം, പൾമോണറി റീഹാബിലിറ്റേഷൻ കൊടുക്കണം, ന്യൂട്രീഷണൽ സപ്പോർട്ട്. ഇതൊക്കെ നോൺ ഫാർമക്കോളജിക്കലാണ്. കൂടുതലും ഫാർമക്കോളജിക്കൽ മാനേജ്മെൻ്റ് ആണ് COPD കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ ബ്രോങ്കോ ഡയലേറ്റേഴ്സ്, ബീറ്റ അഗോണിസ്റ്റ്, ആൻറ്റി കോളിനർജിക്സ്. അതുപോലെ തന്നെ ഇൻഹെയിൽഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ആയ നമ്മൾ ഒരു ഫ്രീക്വൻറ്റ് എക്സാസർബറേഷന് വേണ്ടിയിട്ട് നമ്മൾ കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് കൊടുക്കും. പിന്നെ നമ്മൾ കൊടുക്കുന്ന വേറൊരു കാറ്റഗറിയാണ് ഫോസ്ഫോഡിഎസ്റ്ററേസ് 4 ഇൻഹിബിറ്റേഴ്സ്. അതിൻ്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ മെഡിക്കേഷനായ റുഫ്ലുമിലാസ്റ്റ്. അപ്പോൾ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യും മെഡിക്കേഷനായിട്ട്. പിന്നെ ഓക്സിജൻ തെറാപ്പി, അതായത് ഹൈപ്പോക്സീമിയ, ക്രോണിക് ഹൈപ്പോക്സീമിയ ഉള്ള പേഷ്യൻറ്റിന് നമ്മൾ ഓക്സിജൻ തെറാപ്പി കൊടുക്കും. അപ്പോൾ ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റും നോൺ ഫാർമക്കോളജിക്കൽ മാനേജ്മെൻറ്റും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ എക്സാസർബറേഷൻ മാനേജ്മെൻറ്റ്. അതിൽ ഫസ്റ്റ് വൺ ഡെഫിനീഷനാണ് അക്യൂട്ട് വേഴ്സണിങ് ഓഫ് സിംറ്റംസ് റിക്വയർ അഡീഷണൽ ട്രീറ്റ്മെൻറ്റ്. അതായത് അഡീഷണൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം ഇഫ് there is exacerbating symptoms. അതായത് COPD ഓൾറെഡി ഉണ്ട്, കറൻ്റ്ലി പേഷ്യൻറ്റ് ഹാവ് എക്സാസർബേറ്റിംഗ് സിംറ്റംസ്. സോ മാനേജ്മെൻറ്റ് പ്ലസ് അഡീഷണൽ കെയർ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിൽ ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് ആക്ടിങ് ബ്രോങ്കോ ഡയലേറ്റേഴ്സ് വി നീഡ് ടു പ്രൊവൈഡ് ദം. സിസ്റ്റമിക് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് എക്സാമ്പിൾ പ്രെഡ്നിസോൺ കൊടുക്കണം. ആൻറ്റിബയോട്ടിക്സ് ഇഫ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഈസ് സസ്പെക്റ്റഡ്. ഹോസ്പിറ്റലൈസ്ഡ് ഫോർ സിവിയർ എക്സാസർബറേഷൻ എക്സാമ്പിൾ റെസ്പിറേറ്ററി ഫെയിലിയറോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ എക്സാസർബേറ്റിംഗ് സിംറ്റംസ് കാണിച്ചു തുടങ്ങിയാൽ ദ പേഷ്യൻറ്റ് റിക്വയേഴ്സ് എക്സ്ട്രാ നീഡ് ഓഫ് കെയർ. സോ അത് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പം എക്സാസർബേറ്റിംഗ് സിംറ്റം, ആസ്മയ്ക്ക് എപ്പോഴും എക്സാസർബേറ്റിംഗ് സിംറ്റംസ് വരാറുണ്ട്. അപ്പം ഈ കൈൻഡ് ഓഫ് കെയർ ആണ് കൊടുക്കേണ്ടത്. നൗ വി ആർ ഡീലിംഗ് ടു വിത്ത് ദ കോംപ്ലിക്കേഷൻ. എന്തൊക്കെയാണ് COPD ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻ? ഫസ്റ്റ് വൺ ഐ ടോൾഡ് യു ദാറ്റ് ബിഫോർ അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാകും. അതുപോലെ പൾമോണറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് കോർ പൾമോണറി. എന്താണ് കോർ പൾമോണറി? അത് റൈറ്റ് ഹാർട്ട് ഫെയിലിയറിനെയാണ് നമ്മൾ കോർ പൾമോണറി എന്ന് പറയുന്നത്. പിന്നെ റിക്കറൻറ്റ് ലങ് ഇൻഫെക്ഷൻ ഉണ്ടാകും പേഷ്യൻറ്റിന്. അതുപോലെ തന്നെ ഡിപ്രഷൻ, ആൻസൈറ്റി കോമൺ കോമോർബിഡിറ്റീസ് ആണ്. അതായത് ഒരുപാട് നാളായിട്ട് ഈ ഓരോ ഡിസീസ് കണ്ടീഷനോടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഷ്യൻറ്റിന് സ്വാഭാവികമായും ഡിപ്രഷൻ ഉണ്ടാകും. അപ്പം ദീസ് ആർ ദി കോംപ്ലിക്കേഷൻ ദാറ്റ് അറൈസസ്. എസ്പെഷ്യലി നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് ഈ കോർ പൾമോണറി, അതുപോലെ തന്നെ റൈറ്റ് ഹാർട്ട് ഫെയിലിയർ. അതായത് കോർ പൾമോണറിയുടെ പേരാണ് റൈറ്റ് ഹാർട്ട് ഫെയിലിയർ. അപ്പോൾ ആ കോർ പൾമോണറി എന്ന് ഓർത്തില്ലെങ്കിൽ റൈറ്റ് ഹാർട്ട് ഫെയിലിയർ എന്നെങ്കിലും ഓർത്തിരിക്കണം. അതുപോലെ തന്നെ അക്യൂട്ട് റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാകും. സോ ഐ ഹോപ്പ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസീസ് കണ്ടീഷനാണ് റെസ്പിറേറ്ററിയിലെ COPD. അതിൻ്റെ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് നമ്മൾ ഈ സെഷൻ ത്രൂ നിങ്ങൾക്ക് തന്നത്. ഇതിൻ്റെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടും നിങ്ങൾക്ക് വേണ്ട കീ പോയിൻറ്റ്സുകളും അതുപോലെ തന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. എല്ലാം റിവൈസ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കാണാം. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്.